ഹായ് ഓൾ. അപ്പോൾ ഈ കഴിഞ്ഞ ട്രിവാൻഡ്രം എൽ ഡി സിയുടെയും അതുപോലെ തന്നെ ഖാദി ബോർഡ് എൽ ഡി സി എക്സാമിൻ്റെയും എക്കണോമിക്സിൻ്റെ ചോദ്യങ്ങൾ നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണ്. നമുക്കറിയാം ട്രിവാൻഡ്രം എൽ ഡി സി ആണെങ്കിലും ഖാദി ബോർഡ് എൽ ഡി സി ആണെങ്കിലും 7 ചോദ്യങ്ങൾ വീതം മൊത്തം 14 ചോദ്യങ്ങളാണ് രണ്ട് എക്സാമുകളിൽ നിന്നായിട്ട് എക്കണോമിക്സ് നിന്ന് മാത്രം ചോദിച്ചിട്ടുള്ളത്. മാത്രമല്ല ചോദ്യങ്ങൾ അത്യാവശ്യം നിലവാരമുള്ളതുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അടുത്ത ഘട്ടം എൽ ഡി സി എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർ ഇനി എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഏത് രീതിയിൽ തയ്യാറെടുക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകൾ നോക്കിയിട്ട് പോകണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാം. ഇനി മറ്റൊരു കാര്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നുണ്ട് അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് പോകണം. നീതി ആയോഗമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് പോകണം നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ടുകളെല്ലാം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ വഴി ഡെയിലി നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. ടെലഗ്രാം ചാനൽ മാത്രം ഈ ഒരു നോട്ടുകൾക്കൊപ്പം തന്നെ നമ്മൾ ഫസ്റ്റ് ഫേസിൽ എൽ ഡി സി ഫസ്റ്റ് ഫേസിൽ എക്സാമിൽ വന്നിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള NCERT ചാപ്റ്റേഴ്സ് നമ്മൾ ഡെയിലി ഷെയർ ചെയ്യുന്നുണ്ട്. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യണമെന്നുള്ളവർക്ക് താഴത്തെ കമൻറ്റ് ബോക്സിൽ നമ്മളൊരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കയറിയാൽ മതി, നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്തായാലും ചോദ്യങ്ങൾ നോക്കാം. നമ്മളിവിടെ ട്രിവാൻഡ്രം എൽ ഡി സിയുടെയും ഖാദി ബോർഡ് എൽ ഡി സിയുടെയും ചോദ്യങ്ങൾ നമ്മൾ ഒരുമിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ചോദ്യം കണ്ടോ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ട്രിവാൻഡ്രം എൽ ഡി സിക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. അടുത്ത പേജിൽ കൊടുത്തിരിക്കുന്നത് ഖാദി ബോർഡ് എൽ ഡി സിയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഹരിത വിപ്ലവം എന്ന് പറയുന്ന ഒരു ഹോട്ട് ടോപ്പിക്കാണ്. കാരണം അടുത്തടുത്ത് നടന്ന 2 എക്സാമുകളിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള 2 ചോദ്യങ്ങൾ വന്നു. അപ്പോൾ എക്കണോമിക്സിലെ കാർഷിക മേഖലയ്ക്കകത്ത് ഹരിത വിപ്ലവം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ചോദ്യം ഒന്നും ആദ്യം നോക്കാം. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ഹരിത വിപ്ലവം എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടാകണം, അല്ലേ? എന്നാൽ മാത്രമേ ഈ ക്വസ്റ്റ്യനും അടുത്ത ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഹരിത വിപ്ലവം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത വേണം. സ്വയം പര്യാപ്തത എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുക, അതാണ് സ്വയം പര്യാപ്തത. അപ്പോൾ ഭക്ഷ്യ ഉൽപാദനത്തിൽ, കാർഷിക ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യം നടപ്പിലാക്കിയ ഒരു പ്രക്രിയയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് ഇത്തരത്തിൽ ഹരിത വിപ്ലവം എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉദ്യമം ആരംഭിക്കുന്നത് ഡോക്ടർ നോർമൻ ബോർലോഗിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ ഇദ്ദേഹം ഒരു അമേരിക്കക്കാരനാണ്. ഇദ്ദേഹം മെക്സിക്കോയിൽ ചെന്നിട്ടാണ് ഈ ഒരു ഹരിത വിപ്ലവം നടപ്പിലാക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഹരിത വിപ്ലവത്തിൻ്റെ കമ്പോണൻസ്, അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും അതിനകത്ത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, നമ്മൾ HIV സീഡ്സ് എന്ന് പറയും. HIV സീഡ്സ്, ഹൈ ഈൽഡിങ് വെറൈറ്റി സീഡ്സ്, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉപയോഗിക്കുന്നു. അതുകൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്? ജലസേചനം, കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ജലം, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജലം കൊടുക്കുന്നു. അതുപോലെ തന്നെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു. ആധുനിക യന്ത്രങ്ങൾ, ആധുനിക ടൂളുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. ഇതുകൂടാതെ രാസവളങ്ങളും രാസ കീടനാശിനികളും യൂസ് ചെയ്യുന്നു. അതായത് നമുക്കറിയാം ഈ പറയുന്ന പോലെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽ പെസ്റ്റിസൈഡ്സ് എല്ലാം ഉപയോഗിക്കുന്നു. അപ്പോൾ എന്താണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചനം, ആധുനിക സാങ്കേതിക വിദ്യ, ഇതുകൂടാതെ രാസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്തെ ഭക്ഷ്യ ഉൽപാദനം അല്ലെങ്കിൽ കാർഷിക മേഖലയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയനെ പറയുന്ന പേരാണ് ഗ്രീൻ റവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവം. അപ്പോൾ 1960കളിലാണ് നോർമൻ ബോർലോഗ് എന്ന് പറയുന്ന അമേരിക്കക്കാരനായിട്ടുള്ള വ്യക്തി മെക്സിക്കോയിൽ ചെന്ന് ഹരിത വിപ്ലവം നടപ്പിലാക്കിയത്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ലോകത്ത് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണെന്നൊരു ചോദ്യം വന്നത് ഡോക്ടർ നോർമൻ ബോർലോഗ് ആണ്. ഇദ്ദേഹത്തിന് നൊബേൽ സമ്മാനം, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം 1970 എന്ത് ചെയ്യുന്നുണ്ട്? ലഭിക്കുന്നുണ്ട്. ഇനി ഇന്ത്യയിൽ ഹരിത വിപ്ലവം നയിച്ചത് MS സ്വാമിനാഥൻ. അപ്പോൾ ഇതേ ഒരു മാതൃകയിൽ ഇന്ത്യയിലെ 3ാം പഞ്ചവത്സര പദ്ധതി സമയത്ത്, 3rd 5-year പ്ലാനിൻ്റെ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു മാതൃകയിൽ ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടപ്പിലാക്കുന്നുണ്ട്. അതിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. അദ്ദേഹം ഈയിടയ്ക്ക് മരണപ്പെട്ട കാര്യം നിങ്ങൾ വാർത്തയിലെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് MS സ്വാമിനാഥനാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥനാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം. ഇതുകൂടാതെ ഇതിന് പിന്തുണ നൽകുന്നത് C സുബ്രഹ്മണ്യം, അന്നത്തെ ഭക്ഷ്യ കൃഷി വകുപ്പ് മന്ത്രിയായിട്ടുള്ള C സുബ്രഹ്മണ്യം, ചിദംബരം സുബ്രഹ്മണ്യമാണ്. അപ്പോൾ അദ്ദേഹത്തിനെയും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നോർമൻ ബോർലോഗ് ലോകത്ത് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ്. ഇന്ത്യയിലാണെങ്കിൽ അത് MS സ്വാമിനാഥനാണ്. C സുബ്രഹ്മണ്യം ആ സമയത്ത് കൃഷി വകുപ്പ് മന്ത്രിയാണ്. ഇനി 3ാം പഞ്ചവത്സര പദ്ധതി, ഞാൻ പറഞ്ഞു 3ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടപ്പിലാക്കുന്നത്. മാത്രമല്ല 1966 മുതൽ 69 വരെ ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ ഉണ്ടായിരുന്നു. പഞ്ചവത്സര പദ്ധതിക്കിടയിൽ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇത് വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്.
നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗോതമ്പ്, നെല്ല് തുടങ്ങിയ ഭക്ഷ്യവിളകൾക്കാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭിച്ചത്. വളരെ കുറച്ച് നാണ്യവിളകൾക്ക് മാത്രമേ ഹരിത വിപ്ലവത്തിൽ പ്രാധാന്യം കൊടുത്തുള്ളൂ. അതിൽ തന്നെ കോട്ടൺ ആണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കുക. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ നോട്ടായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഇനി നമുക്ക് ഈ ചോദ്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് നടത്തി. ശരിയല്ലേ? ഇനി ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ശരിയാണ്. അതിനു വേണ്ടിയാണ് ഹരിത വിപ്ലവം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയത്. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു ഗ്രീൻ റവല്യൂഷൻ സമയത്ത്. ശരിയാണ്. അതേസമയം ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ ആൻസർ എഴുതാം, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. അത് ബേസിക് ആയിട്ട് എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് PSCക്ക് വേണ്ടിയിട്ടുള്ള എക്കണോമിക്സ് പഠിക്കുമ്പോഴേ നമ്മൾ പഠിക്കുന്നതാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി പ്ലാൻ ഹോളിഡേ ഒക്കെ സമയത്താണ് ഹരിത വിപ്ലവം ആരംഭിക്കുന്നത്. ഒന്നല്ല, നമുക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ നാലാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് അറിഞ്ഞാൽ ബാക്കി എല്ലാം ഇവിടെ എലിമിനേറ്റ് ചെയ്യാം. ബാക്കി ഒന്നും നിങ്ങൾ നോക്കണമെന്ന് പോലും ഇല്ല. 4 തെറ്റാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഇവിടെ പറയുന്നത് 4 ശരിയല്ല എന്ന് പറയുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ബാക്കി എല്ലാത്തിലും 4 ശരിയാണെന്ന് പറയുന്നു. ഇവിടെ മാത്രമാണ് 4 ശരിയല്ല. അപ്പം നമ്മൾ നേരെ ഓപ്ഷൻ ഡിയിലോട്ട് എത്തുന്നു. അപ്പോൾ ഇത് എലിമിനേഷൻ്റെ ഒരു ടെക്നിക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എലിമിനേഷൻ. നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരാണ്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഗസ് വർക്ക് ചെയ്ത് എലിമിനേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. മിക്ക ക്വസ്റ്റ്യൻസ് നമുക്ക് എലിമിനേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഒരു പരിധിവരെ പഠിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് എലിമിനേഷൻ വർക്കൗട്ട് ചെയ്യണം. അപ്പം നോക്കി, ഇവിടെ 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്, 4 ശരിയല്ല. ഒന്നാം പഞ്ചവത്സര പദ്ധതി സമയത്തല്ല, പകരം 3rd 5 year പ്ലാൻ സമയത്താണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ അടുത്ത ഘട്ട എക്സാം ഉള്ള ആൾക്കാർ പഞ്ചവത്സര പദ്ധതികളും നോക്കിയിട്ട് പോകണം. അതിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നത്. അത് അറിയാമെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ആൻസർ കണ്ടെത്താവുന്നതാണ് എലിമിനേഷനിലൂടെ. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. ഫലങ്ങളിൽ ഉൾപ്പെടാത്തത്, ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു. ഇവിടെ പറഞ്ഞ അതേ കാര്യം അല്ലേ, സ്വയം പര്യാപ്തത കൈവരിച്ചു ഭക്ഷ്യ ഉൽപാദന രംഗത്ത്. ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഭക്ഷ്യധാന്യങ്ങളുടെ വില, നമ്മുടെ രാജ്യത്ത് കൂടുതൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. സാധനങ്ങളുടെ എണ്ണം കൂടുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ വില കുറയും, അല്ലേ? അപ്പോൾ രണ്ടാമത്തത് ശരിയാണ്. നമുക്ക് അറിയില്ലെങ്കിലും നമ്മൾ പഠിച്ചിട്ടില്ല, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞോ കൂടിയോ നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷേ ഇത് കൃത്യമായിട്ട് NCERTക്ക് അത് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം നിങ്ങൾ നോക്കുക, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മൂന്നാമത്തത്, കാർഷികോൽപാദനക്ഷമത വർദ്ധിച്ചു. ശരിയാണ്. കാരണം പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത വർദ്ധിച്ചു എന്ന് പറയുന്നു. ഇവിടെ നോക്കിയേ, കാർഷികോൽപാദനത്തിൽ വൻ വർധനവ്, അതാണ് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്. മറ്റൊന്ന്, തൊഴിൽ ലഭ്യത കുറഞ്ഞു. നിങ്ങൾക്ക് തന്നെ ആലോചിക്കാവുന്ന കാര്യമാണ്. കൂടുതൽ കാർഷിക ഉൽപാദനം നടക്കുന്നു, കൃഷി വലിയ രീതിയിൽ നടപ്പിലാക്കുന്ന സമയത്ത് കൂടുതൽ കർഷകർക്ക് തൊഴിൽ ലഭ്യത കൂടുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ തെറ്റായിട്ട് വരിക. ABC ഇത് 3 ഇവിടെ റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. D ആണ് ഇവിടെ തെറ്റെന്ന് പറയുന്നത്. ഇതിൽ ഉൾപ്പെടാത്തത്, ഹരിത വിപ്ലവത്തിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് ഇതാണ്. ഇനി അടുത്തൊരു ചോദ്യം. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഹരിത വിപ്ലവം. ട്രിവാൻഡ്രം LDCയും ഖാദി ബോർഡ് LDCയിലും ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടം എക്സാം എഴുതാൻ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്കാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക്സ് പഠിക്കുന്ന ആൾക്കാർക്ക് ആദ്യത്തെ ഹോട്ട് ടോപ്പിക്ക് കിട്ടിയില്ലേ, ഏതാണ്? ഹരിത വിപ്ലവം. അപ്പോൾ ഇതിനെപ്പറ്റി ബന്ധപ്പെട്ട് നമ്മൾ നോട്ടുകൾ ടെലഗ്രാം ചാനലിൽ തരുന്നതാണ്. ഹരിത വിപ്ലവം എന്ന് പറയുന്ന നോട്ട് നമ്മൾ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഇന്നോ നാളെയല്ല, വരുന്ന ദിവസങ്ങളിൽ തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഇനി അടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ടിനകത്ത് ആ സമയത്ത് നോക്കാം. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഗോതമ്പ്, നെല്ല്, ചോളം, പയർ വർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപ്പാദനത്തിന്റെ തോതനുസരിച്ച് ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക. അപ്പോൾ ഇത് ട്രിവാൻഡ്രം LDCക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കുറച്ച് ഭക്ഷ്യവിളകളെ പറ്റി തന്നിട്ടുണ്ട്. അവയുടെ സ്ഥാനക്രമം, ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏതാണ്, 2ാം സ്ഥാനം ഏതാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഡറായിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. ഇനി നമുക്ക് ഖാദി ബോർഡ് LDCയുടെ ചോദ്യം നോക്കിയാലോ. ഇന്ത്യയിൽ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യ 3 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ കൊടുക്കുന്നു. ശരിയായ ക്രമത്തിൽ കണ്ടെത്തുക. അവിടെയും പറയുന്നുണ്ട് കാർഷിക വിളകൾ അല്ലെങ്കിൽ കൃഷിയിൽ നിന്ന്, കാർഷിക മേഖലയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കയറ്റുമതിയിൽ ഏതൊക്കെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോണം, രണ്ടും ഒരേ പാറ്റേണിലുള്ള ചോദ്യമാണ്.
ഇപ്പം രണ്ടാമത്തെ ഹോട്ട് ടോപ്പിക്ക് നമുക്ക് കിട്ടി. എന്താണ്? കാർഷിക വിളകൾ അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ. കാർഷിക ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ മത്സ്യബന്ധന മേഖലയും അതിനകത്ത് കൊണ്ടുവരണം. കാർഷിക മേഖലയ്ക്കകത്ത് മത്സ്യബന്ധനവും വരുന്നുണ്ടല്ലോ, സമുദ്ര ഉൽപ്പന്നങ്ങൾ, അപ്പോൾ അതും അതിനകത്ത് കൊണ്ടുവരണം. അപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രൊഡക്ഷൻ, അതിൻ്റെ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്നത് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഏതൊക്കെ രാജ്യങ്ങളിൽ ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പഠനം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ രണ്ടാമത്തെ ഹോട്ട് ടോപ്പിക്കാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ, അവയുടെ ഉൽപ്പാദനം, അതിൻ്റെ ക്രമം, അതുപോലെ തന്നെ എന്താണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏതാണ്, ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഏതാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയിട്ട് പോകണം. രണ്ടാമത്തെ ഹോട്ട് ടോപ്പിക്കാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് 1-ാം സ്ഥാനം ഗോതമ്പ്, 2 നെല്ല്, 3 ചോളം, 4 പയറുവർഗ്ഗങ്ങൾ. ഇത് ചിലപ്പോൾ നമുക്ക് എഴുതാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് ഗോതമ്പും നെല്ലിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും, ഇതിൽ ഏതാ ഫസ്റ്റ് വരിക. ഓക്കെ, നമ്മൾ പല ആൾക്കാരും നെല്ലെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും വീണ്ടും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊരു കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഇല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ 2022-23 പ്രധാന വിളകളുടെ ഉൽപാദനം, അവരുടെ കണക്ക്, കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ കണക്ക് പ്രകാരം PIBയുടെ റിപ്പോർട്ട്, അതായത് PIB പുറത്തുവിട്ട ഈ ഒരു റിപ്പോർട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഭക്ഷ്യധാന്യങ്ങളുടെ മൊത്തം 1,00,000 ടൺ ഉൽപാദനം, അരിയാണ് 1-ാം സ്ഥാനത്ത് 1357 ലക്ഷം ടൺ, ഗോതമ്പ് 2-ാം സ്ഥാനത്ത്, നാടൻ ധാന്യങ്ങൾ 3, ചോളം 4, പയറുവർഗ്ഗങ്ങൾ 5. ഇവിടെ നമുക്ക് നാടൻ ധാന്യങ്ങൾ പറയുന്നില്ല, ഗോതമ്പ്, നെല്ല്, ചോളം, പയറുവർഗ്ഗങ്ങളെ പറയുന്നുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞതിൽ അരി തന്നെയാണ് ഫസ്റ്റ്, അതായത് നെല്ല് അല്ലെങ്കിൽ അരി തന്നെയാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് ഗോതമ്പ്, മൂന്നാമത് ചോളം, നാലാമത് പയറുവർഗ്ഗം. അപ്പോൾ ഇവിടെ നെല്ലാണ് ഫസ്റ്റ് അല്ലേ? നെല്ലാണ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻ എന്തിലോട്ട് വരും? 1 നെല്ല്, അതായത് 1B എന്നതിലോട്ട് വരും. 1B എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 1A ഉള്ള ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം, 1A ഉള്ള ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്യാം. ഇനി 2 ഗോതമ്പ് അല്ലെ, 2A എന്ന് പറയുന്നു. 2A എന്ന് പറയുമ്പോൾ 2 ഓപ്ഷനിലും എ ഉണ്ട്, 2A. ഇനി അടുത്ത് 3 ചോളം തന്നെയാണ്. നമ്മളിവിടെ പറഞ്ഞു 3-ാം സ്ഥാനത്ത് നാടൻ ധാന്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ചോളമാണ്. 3C വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, ഈ ഒരു സാധനം കൃത്യമായിട്ട് പറഞ്ഞാൽ ഗവൺമെൻറ്, ഞാൻ നിങ്ങളുടെ അടുത്ത് പലപ്പോഴും പല ക്ലാസ്സുകളിലും പറയാറുണ്ട്, വെബ്സൈറ്റുകൾ, ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റുകൾ നോക്കുക. അതായത് എൻ്റെ ക്ലാസ്, ഞാനിപ്പോൾ വെറുതെ അവകാശവാദം പറയുന്നതല്ല, നമ്മുടെ പെയ്ഡ് ക്ലാസ്സുകളിലാണെങ്കിലും ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളിലാണെങ്കിലും അല്ലാതെയും പറയുന്നുണ്ട്. എന്താണ്? റിസർവ് ബാങ്കിൻ്റെ, അതുപോലെ തന്നെ PIBയുടെ, അതുപോലെ പല വെബ്സൈറ്റുകൾ നിങ്ങൾ നോക്കുക. പ്രധാനപ്പെട്ട നിങ്ങളൊരു വാർത്ത കാണുമ്പോൾ, അത് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് കാണുമ്പോൾ ആ വാർത്ത വായിക്കുന്നതിനൊപ്പം തന്നെ അതിൻ്റെ ഫസ്റ്റ് ഇൻഫർമേഷൻ കിട്ടുന്ന ആദ്യത്തെ സോഴ്സ് ആയിട്ടുള്ള ഗവൺമെൻറ് വെബ്സൈറ്റ്, അതിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ കിട്ടും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ചോദ്യം തന്നെയായിരുന്നു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും വരുന്ന ദിവസം നമ്മുടെ നോട്ടായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഷെയർ ചെയ്യാം. ഇനി അടുത്ത മറ്റൊരു ചോദ്യം എന്ന് വെച്ചാൽ, കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ശരിയായിട്ടുള്ള ക്രമത്തിൽ എഴുതാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ബസ്മതി ഒഴികെയുള്ള അരി. അപ്പോൾ ബസ്മതി അരിയുണ്ട്, അതല്ലാത്ത അരികളുണ്ട്. സമുദ്രോൽപ്പന്നങ്ങൾ, പഞ്ചസാര. അപ്പോൾ ബസ്മതി ഒഴികെയുള്ള അരി, സമുദ്രോൽപ്പന്നങ്ങൾ, പഞ്ചസാര. ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതും മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് പുറത്തിറക്കിയിട്ടുള്ള ഒരു കണക്കാണ്. അത് പ്രകാരം ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം, കയറ്റുമതി, മറൈൻ പ്രോഡക്റ്റ്, സമുദ്ര ഉൽപ്പന്നങ്ങളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 2-ാം സ്ഥാനത്ത് ബസ്മതി അരിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ബസ്മതി ഒഴികെയുള്ള അരി, അത് 3-ാം സ്ഥാനത്താണ്, റൈസ് അതർ ദാൻ ബസ്മതി. ഒന്നാമത് നമ്മുടെ ചോദ്യങ്ങളിൽ ചോദിച്ചിട്ടുള്ളതിൽ 1-ാം സ്ഥാനം സമുദ്ര ഉൽപ്പന്നങ്ങൾ, 2-ാം സ്ഥാനം ബസ്മതി അരി, 3-ാം സ്ഥാനമാണ് ഷുഗർ, പഞ്ചസാര. 3-ാം സ്ഥാനം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ 3-ാം സ്ഥാനമല്ല, ചോദ്യത്തിൽ 3-ാം സ്ഥാനം. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഉൽപ്പന്നത്തിൽ 1-ാമത് സമുദ്ര ഉൽപ്പന്നങ്ങളാണ് കയറ്റുമതിയിൽ, 2-ാമത് ബസ്മതി അരി, 3-ാമത് ബസ്മതി ഒഴികെയുള്ള അരി, 4-ാമത് സുഗന്ധവ്യഞ്ജനങ്ങൾ, അടുത്ത് ബീഫാണ്, ബഫലോ മീറ്റ് എന്ന് പറയുന്ന പോത്തിറച്ചി, അതിനുശേഷം ഷുഗർ, പഞ്ചസാര, ഓയിൽ മീല്, മറ്റ് സംസ്കരിച്ച ഉൽപ്പന്നങ്ങൾ, മിസലേനിയസ് പ്രോസസ്ഡ് ഐറ്റം, കാപ്പി, അതിനുശേഷം ഫ്രഷ് ഫ്രൂട്ട്സ്. ഇത്രയും കാര്യങ്ങളാണ് 10 സ്ഥാനങ്ങൾ ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലോട്ട് കയറ്റുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട
കാർഷിക വിളകളുടെ ഗവൺമെൻറ് പുറത്തുവിട്ട കണക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും ഗവൺമെൻറ് വെബ്സൈറ്റ് നോക്കിയാൽ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നോട്ടിനകത്ത് ഷെയർ ചെയ്യേണ്ടതുണ്ട്, നമുക്കിത് പഠിക്കേണ്ടതുണ്ട്. കാരണം ഇതൊരു ഹോട്ട് ടോപ്പിക്കാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ നോട്ടിനകത്ത് ഈ 2 കാര്യങ്ങളും നോട്ടിനകത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഫസ്റ്റ് മറൈൻ പ്രോഡക്റ്റ്, 2 അരി, 3ാമത് ഷുഗർ. ഇവിടെ പറഞ്ഞേ ഒന്നാമത് പറയുന്നത് ഒന്നാമത് വരുന്നത് സമുദ്രോൽപ്പന്നങ്ങളാണ്, സമുദ്രോൽപ്പന്നങ്ങൾ. 2ാം സ്ഥാനത്ത് വരുന്നത് ബസ്മതി ഒഴികെയുള്ള അരി. 3ാം സ്ഥാനത്ത് പഞ്ചസാര. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ കാര്യം നമ്മൾ എന്ത് ചെയ്യണം? നോക്കിയിട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. ഇനി അടുത്തൊരു ചോദ്യം, വീണ്ടും ട്രിവാൻഡ്രം LDCയുടെ ഒരു ചോദ്യവും അതുപോലെ തന്നെ ഖാദി ബോർഡ് LDCയുടെ ഒരു ചോദ്യവും എടുത്തിട്ടുണ്ട്. രണ്ടും RBIയുമായി ബന്ധപ്പെട്ട ചോദ്യം. RBI ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം. അത് എവിടുന്നാണ് ചോദിച്ചിരിക്കുന്നത്? പണനയവുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടും പണനയവുമായി ബന്ധപ്പെട്ട്, രണ്ടും റിപ്പോയും റിവേഴ്സ് റിപ്പോവുമായി ബന്ധപ്പെട്ട് ചോദ്യമാണ്. അപ്പോൾ അടുത്തൊരു ഹോട്ട് ടോപ്പിക്ക് കിട്ടിയില്ലേ? RBI എന്നുള്ളൊരു ഹോട്ട് ടോപ്പിക്കാണ്, പണനയം എന്നൊരു ഹോട്ട് ടോപ്പിക്കാണ്, റിപ്പോ റിവേഴ്സ് റിപ്പോ എന്നൊരു ഹോട്ട് ടോപ്പിക്കാണ്. കിട്ടിയല്ലോ. ട്രിവാൻഡ്രം LDCയിലും ഖാദി ബോർഡ് LDCയിലും വന്നിട്ടുണ്ട്. രണ്ടിനും കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ പണനയം, റിപ്പോ. അപ്പം നിങ്ങളൊന്ന് എഴുതി വെക്കുക. നിങ്ങൾ ഇനി ടെലഗ്രാമിലൊന്നും ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണ്, സ്വന്തമായിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അടുത്ത് നോക്കാനുള്ള, എക്കണോമിക്സിൽ അടുത്ത് നോക്കാനുള്ള ടോപ്പിക്ക് RBI റിസ്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോഴും ഞാൻ പറയുന്നു, അടുത്ത എക്സാമിന് ഇതിന് മാത്രം ചോദിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമ്മൾ പറയുന്നത് എന്താ, കഴിഞ്ഞ എക്സാമിനും ഞാനിപ്പോൾ ട്രിവാൻഡ്രം LDC എക്സാമും ഖാദി ബോർഡ് LDC എടുക്കാനും കാരണം രണ്ടും ഒരേ ലെവലിലുള്ള എക്സാമുകളായിരുന്നു. അതേ ഒരേ നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു. അത് രണ്ടും ഇനിയിപ്പോൾ അടുത്ത് വരുന്ന LDC എക്സാമുകളും ഇതേ ഒരു നിലവാരം പുലർത്താനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് മുഴുവൻ ചോദിക്കണം ഞാൻ ഒരിക്കലും പറയില്ല. ഇതിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇത് മാത്രം പഠിച്ചിട്ട് പോകരുത്, പക്ഷേ ഇത് ആദ്യം പഠിച്ച് തീർക്കണം. മനസ്സിലായല്ലോ? ഇത് ആദ്യം പഠിച്ച് തീർത്തിട്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങളൊന്ന് നോക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അവരുടെ ഫങ്ഷൻസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർമാർ. മുന്നേ ചോദിച്ചൊരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണർ, വനിതാ ഗവർണർ എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഗവർണർമാരെ പറ്റി നോക്കുക, നിലവിലെ ഗവർണർമാരെ പറ്റി നോക്കുക, ഡെപ്യൂട്ടി ഗവർണർമാരുടെ പേരുകളൊന്ന് നോക്കി വെക്കുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് നോക്കുക. ദെൻ പണനയം. എന്താണ് പണനയം? നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ പണത്തിൻ്റെ അളവ് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പണനയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ പണത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിന് RBI നടപ്പിലാക്കുന്ന ഒരു നയമാണ് പണനയം എന്ന് പറയുന്നത്. അപ്പോൾ പണനയത്തിൻ്റെ ഭാഗമായിട്ട് RBI ഒരുപാട് ടൂളുകൾ അവതരിപ്പിക്കുന്നുണ്ട്. അതാണ് റിപ്പോ, റിവേഴ്സ് റിപ്പോ, ബാങ്ക് റേറ്റ്, MSF, SDF തുടങ്ങിയ കാര്യങ്ങളെല്ലാം. ഇതെല്ലാം നമ്മൾ നോട്ടിനകത്ത് തരും. മുന്നേ നമ്മളൊരു ദിവസം ഷെയർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യും, തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു RBI ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു നോട്ട് നമ്മുടെ ഗ്രൂപ്പിൽ, ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അന്നത്തെ ദിവസം നിങ്ങൾ ആ നോട്ടൊന്ന് വായിച്ചു നോക്കുക. ഞാൻ ഷെയർ ചെയ്യുന്നതിൻ്റെ അന്ന് നിങ്ങൾ ആ ഒരു നോട്ട് വായിച്ചു നോക്കുക. എന്തായാലും സെക്കൻഡ് ഫേസിന് മുന്നേ നമ്മൾ ഈ പറഞ്ഞ ഹോട്ട് ടോപ്പിക്കുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ പറയുന്ന കാര്യങ്ങൾ നോക്കുക. താഴെ തന്നിട്ടുള്ളതിൽ RBI ആയിട്ട് ബന്ധപ്പെട്ടുള്ള 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്താനാണ് ചോദിക്കുന്നത്. ഒന്നാമത് പറയുന്നത് എന്താണ്? RBI ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. അപ്പോൾ RBIയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. നമ്മൾ പറഞ്ഞു, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ, ബാങ്ക് റേറ്റ്, MSF, SDF, CRR, SLR ഇതെല്ലാം തന്നെ എന്താണ്, ഒരു പ്രധാനപ്പെട്ട പണനയ ഉപാധികളാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എത്തുമ്പോൾ പല ആൾക്കാർക്കും അവിടെ കൺഫ്യൂസ്ഡ് ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം 2024 ഏപ്രിൽ മാസത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോർട്ട് പ്രകാരം റിപ്പോ റേറ്റ് 6.5% നിലനിർത്താൻ തീരുമാനിച്ചു. ഇത് പല ആൾക്കാരും പഠിച്ചുകൊണ്ട് പോകാൻ സാധ്യതയില്ല. ഉറപ്പായിട്ടും ഇത് പഠിച്ചുകൊണ്ട് പോകാൻ സാധ്യതയില്ല. ചിലപ്പോൾ ഗസ് അടിച്ച് എഴുതാൻ സാധ്യതയുണ്ട്. ഗസ് അടിച്ചിട്ട് 6.5% എന്ന് ശരിയാക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത് ശരിയാണ്. ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്. അപ്പം നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചിട്ട് പോകണം. റേറ്റുകളെ പറ്റി പഠിച്ചിട്ട് പോകണം. നിലവിലുള്ള റിപ്പോ റേറ്റ് 6.5%, റിവേഴ്സ് റിപ്പോ 3.35 ആണ്, SDF റേറ്റ് 6.25 ആണ്, MSF 6.75 ആണ്, ബാങ്ക് റേറ്റ് 6.75 ആണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പഠിച്ചിട്ട് പോകാം. ഇനി നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കുക,
ഈ റേറ്റുകളിലെല്ലാം തന്നെ വലിയ റേറ്റ്, ഉയർന്ന റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ബാങ്ക് റേറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ബാങ്ക് റേറ്റ് എത്രയാണെന്ന് പറഞ്ഞു? 6.75. ബാങ്ക് റേറ്റിനോട് എപ്പോഴും തുല്യമായിരിക്കും MSF 6.75. കണ്ടല്ലോ, MSF എന്ന് വെച്ചാൽ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. അതാദ്യം അറിഞ്ഞിരിക്കുക. നമ്മൾ പഠിക്കുന്ന റേറ്റുകളിൽ നിരക്കുകൾ CRRഉം SLRഉം റേറ്റ് അല്ല, അത് റേഷ്യോയാണ്, അനുപാതം. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ചോദിക്കും CRRഉം SLRഉം ഇവിടെ ഇല്ലേന്ന് ചോദിക്കും. അത് റേഷ്യോയാണ്, അത് അനുപാതമാണ്. ഇത് നിരക്കുകളാണ്. റേറ്റ് എന്ന് വെച്ചാൽ നിരക്കുകൾ, റിപ്പോ നിരക്ക്. അപ്പോൾ ഇത് റേഷ്യോസ് ആണ്, അത് വേറെ മേഖല. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി, റേറ്റുകളിൽ ഏറ്റവും വലുത് ബാങ്ക് റേറ്റും MSFഉം. ബാങ്ക് റേറ്റ് എപ്പോഴും അല്ല, ബാങ്ക് റേറ്റിനോട് എപ്പോഴും തുല്യമായിരിക്കും MSF 6.75. ഇനി അതിൽ നിന്ന് 0.25 കുറവായിരിക്കും നമ്മുടെ റിപ്പോ എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ്? 6.50. അതിന് തൊട്ട് താഴെ നിൽക്കുന്നതാണ് റിപ്പോ, അതിന് തൊട്ട് താഴെ നിൽക്കുന്നതാണ് SDF, സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി. ഇവിടെ പറഞ്ഞു അതെപ്പോഴും ഇതിൽ നിന്ന് 0.25 കുറവായിരിക്കും, 6.25. അതിനും താഴെ നിൽക്കുന്നതാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്, 3.35. ഈ റിവേഴ്സ് റിപ്പോനെ ഒന്ന് കാണാതെ പഠിച്ചു വയ്ക്കുക, ബാക്കിയെല്ലാം നമ്മളൊന്ന് ഓർത്തിരുന്നാൽ മതി. കാരണം എന്ന് വെച്ചാൽ റിപ്പോയിനെക്കാളും 0.25 കൂടുതലാണ് MSF ബാങ്ക് റേറ്റ്, അതിൽ നിന്ന് 0.25 കുറവാണ് SDF എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ റേറ്റ് നമ്മുടെ റിപ്പോ അല്ലെങ്കിൽ ഈ പറയുന്ന മോണിറ്ററി പോളിസി നിരക്കുകളിൽ ഏറ്റവും ഉയർന്നത് ബാങ്ക് റേറ്റും MSFഉം, ഏറ്റവും താഴെയുള്ളത് റിവേഴ്സ് റിപ്പോയാണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. റിപ്പോ ഇപ്പോൾ 6.5 ആണെങ്കിൽ ബാങ്ക് റേറ്റ് 0.25 കൂടുതലും, SDF 0.25 കുറവുമാണ്. ഓക്കെ അല്ലേ? ഇതൊന്ന് പഠിച്ചു വെച്ചിട്ട് പോവുക. ഈ ഒരു സാധനം, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു PPT നിങ്ങൾക്ക് ഇന്ന് തന്നെ നോട്ടായിട്ട് ഷെയർ ചെയ്യും. ഞാൻ പറഞ്ഞ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്ന ദിവസങ്ങളിൽ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ? 6.5 ആയിട്ട് നിലനിർത്തുന്നു. പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിച്ചിട്ട് പോകണം. ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ പറ്റിയാണ് നിങ്ങളുടെ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് റിപ്പോ, എന്താണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്ന ഒരു ഐഡിയ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇനി ഇവിടെ നോക്കി, ഇതിലും നിങ്ങൾക്ക് ഒരു പരിധി വരെ ആൻസർ എഴുതാൻ പറ്റും. എങ്ങനെ? നമ്മൾ ഇപ്പോൾ പഠിച്ച വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റത്തെ പ്രസ്താവന നോക്കി, റിവേഴ്സ് റിപ്പോ നിരക്ക് ഇപ്പോഴും റിപ്പോ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും. മറ്റേ രണ്ട് നമ്മൾ നോക്കണ്ട. മൂന്നാമത്തെ നോക്കി, റിവേഴ്സ് റിപ്പോ നിരക്ക് ഇപ്പോഴും റിപ്പോ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് റിവേഴ്സ് റിപ്പോ നിരക്ക് ഇപ്പോഴും റിപ്പോയിനേക്കാൾ കൂടുതലായിരിക്കും. ആണോ? അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? അല്ല, നമ്മൾ പഠിച്ച എന്താണ്? റിവേഴ്സ് റിപ്പോ നിരക്കാണ് ഏറ്റവും കുറവ്, അതിനേക്കാൾ എപ്പോഴും വലുതായിരിക്കും റിപ്പോ നിരക്ക്. അപ്പോൾ റിവേഴ്സ് റിപ്പോ നിരക്ക് എപ്പോഴും റിവേഴ്സ് റിപ്പോയിനേക്കാൾ കുറവായിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? ഈ ഒരു പ്രസ്താവന തെറ്റാണല്ലോ. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയേ, 3 ശരിയല്ല എന്നുള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. നമ്മൾ നേരെ എയിലോട്ടെത്തും. മനസ്സിലായല്ലോ? അപ്പോൾ റിവേഴ്സ് റിപ്പോ നിരക്ക് എല്ലായ്പ്പോഴും റിപ്പോയിനേക്കാളും കൂടുതലായിരിക്കും എന്ന് പറയുന്നത് തെറ്റാ. അപ്പം നമുക്കറിയാം 3 ശരിയല്ല. എലിമിനേഷനിലൂടെ എത്തിയതാ. ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിഞ്ഞാൽ മതി. ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞപ്പോൾ നമ്മൾ ഇതുവരെ 2 ചോദ്യങ്ങൾ ആൻസർ ചെയ്ത് അല്ലെ? നേരത്തെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കി. 1ാം പഞ്ചവത്സര പദ്ധതി സമയത്തല്ല ഹരിത വിപ്ലവം വന്നത്, അവിടെ നമുക്ക് ആൻസർ കിട്ടി. ഇവിടെ നോക്കി, ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിഞ്ഞാൽ മതി. റിവേഴ്സ് റിപ്പോ നിരക്ക് ഇപ്പോഴും റിപ്പോയിനേക്കാളും കൂടുതലായിരിക്കും. ഒരിക്കലുമല്ല. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റി. അപ്പം 3 ശരിയല്ല എന്നുള്ള ഒരേ ഒരു സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എലിമിനേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ എക്സാം ഹാളിലിരുന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. അതിനുവേണ്ടി മുൻവർഷ ചോദ്യങ്ങൾ ചെയ്തു നോക്കിയാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഡിഗ്രി തല എക്സാമിൻ്റെ എല്ലാ ചോദ്യങ്ങളും ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് എലിമിനേഷൻ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലേ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു കണ്ണടച്ച് തുറക്കുന്ന പോലെ നമുക്ക് പറ്റത്തില്ല. എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ടെൻഷനൊക്കെ ആവും. അപ്പോൾ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി എന്താണ് റിപ്പോയും റിവേഴ്സ് റിപ്പോയും നമുക്കൊന്ന് നോക്കാം. റിപ്പോ എന്താണ് നമുക്കറിയാം. ബാങ്കുകൾക്ക്, നമ്മുടെ വാണിജ്യ ബാങ്കുകൾ, ഇപ്പോൾ ഉദാഹരണം SBI എന്ന് പറയുന്ന ബാങ്കിന് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് കുറച്ച് ഫണ്ട് ആവശ്യമായിട്ട് വന്നു. അപ്പോൾ അവർ ആരടുത്ത് പോകും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്ത് പോകും. കാരണം അവരാണല്ലോ അവസാന അത്താണി, അവസാന ആശ്രയം എന്ന് പറയുന്നത്. അപ്പോൾ SBI നേരെ RBI അടുത്ത് ചെന്നിട്ട് കുറച്ച് പൈസ കടം ചോദിക്കുന്നു. കുറച്ച് കാലത്തേക്ക് പൈസ കടം ചോദിക്കുന്നു. അത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു തരാമെന്ന് പറയുന്നു. അപ്പോൾ RBI എന്ത് ചെയ്യും?
SBIക്ക് പൈസ കടം കൊടുക്കുന്നു. ഓക്കെ, പൈസ കടം കൊടുത്തിട്ട് RBI തിരിച്ച് കുറച്ച് കൊളാട്രൽ വാങ്ങിച്ചു വെക്കും. അതായത് ഗവൺമെൻറ് ബോണ്ടുകൾ, ഗവൺമെൻറ് സെക്യൂരിറ്റികളൊക്കെ SBIയുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങിച്ചു വെക്കും. ഉദാഹരണം, ഞാൻ RBI ആണ്, നിങ്ങളൊക്കെ SBI ആണ്, നിങ്ങളൊക്കെ ബാങ്കുകളാണ്, എൻ്റെ കയ്യിൽ നിന്ന് കടം ചോദിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കടം തരുന്നു. പകരം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ഈട്, നമ്മളറിയാമല്ലോ ലോൺ എടുക്കുമ്പോൾ ഈടായിട്ട് വെക്കാറില്ലേ, അതുപോലെ നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള കടപ്പത്രങ്ങൾ, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന സാധനമുണ്ട്, ബോണ്ടുകൾ, അത് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കയ്യിൽ ഈടായിട്ട് വാങ്ങിച്ചു വെക്കും. അപ്പോൾ ഈ ഒരു സംവിധാനത്തിനെ വിളിക്കുന്ന പേരാണ് റിപ്പോ, റീപർച്ചേസ് ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം ഈ പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ RBI എന്ത് ചെയ്യും, ആ കടപ്പത്രങ്ങൾ SBIക്ക് കൊടുക്കും. റീപർച്ചേസ് ഓപ്ഷൻ, റിപ്പോ എന്ന് പറയുന്നു. ഇതിന് ബാങ്കുകൾ RBIക്ക് എന്ത് കൊടുക്കണം, പലിശ കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് റിപ്പോ റേറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ റിപ്പോ റേറ്റ് എന്ന് വെച്ചാൽ ബാങ്കുകൾ RBIയുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ട് അതിന് കൊടുക്കുന്ന പലിശ നിരക്കാണ് റിപ്പോ റേറ്റ്. സിമ്പിൾ അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ്. ശരിയല്ലേ? വാണിജ്യ ബാങ്ക്, SBI ഒരു വാണിജ്യ ബാങ്കാണ്. SBI RBIയുടെ കയ്യിൽ നിന്ന് പൈസ കടം മേടിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുന്ന പലിശയാണ് റിപ്പോ റേറ്റ്. ഇനി നേരെ തിരിച്ച് ഉള്ളതാണ് എന്തെന്ന് പറയുന്നത്, റിവേഴ്സ് റിപ്പോ റേറ്റ്. വാണിജ്യ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1ഉം 2ഉം ഇവിടെ എന്താണ്, ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ എന്താണ് റിപ്പോ, എന്താണ് റിവേഴ്സ് റിപ്പോ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയുള്ള നോട്ടുകൾ നമ്മൾ എന്ത് ചെയ്യാം, ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, അടുത്ത ട്രിവാൻഡ്രം LDCയുടെ ഒരു ചോദ്യം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ പറഞ്ഞു RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതിൻ്റെ പണനയം, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്തായി മാറിയിരിക്കുന്നു, ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് മാറിയിരിക്കുന്നു. അടുത്ത എക്സാമിന് പോകുന്നവർ അതൊന്ന് നോക്കിയിട്ട് പോവുക. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് പഞ്ചവത്സര പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അത് ട്രിവാൻഡ്രം LDCക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു ചോദ്യം ഖാദി ബോർഡ് LDCയിലും പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നിട്ടുണ്ട്. കണ്ടല്ലോ? അപ്പോൾ അടുത്തൊരു ഹോട്ട് ടോപ്പിക് ഏതാണ്? 5 ഇയർ പ്ലാൻ. 5 ഇയർ പ്ലാൻ എന്ന് പറയുന്ന മറ്റൊരു ഹോട്ട് ടോപ്പിക്കാണ് പഞ്ചവത്സര പദ്ധതി. ട്രിവാൻഡ്രം LDCക്കും ഖാദി ബോർഡ് LDCക്കും ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഈ ഒരു 5 ഇയർ പ്ലാൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു NCERT ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യണം, അതൊന്ന് വായിച്ച് നോക്കണം. ഇന്ന് ജോയിൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നതാണ് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യം. യഥാർത്ഥത്തിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് 4 ലക്ഷ്യമുണ്ട്. ഒന്ന് സാമ്പത്തിക വളർച്ച, ഒന്ന് സ്വാശ്രയത്വം, മറ്റൊന്ന് ആധുനികവൽക്കരണം, മറ്റൊന്ന് സമത്വം. അപ്പോൾ നമ്മൾ പലപ്പോഴും പഠിക്കുന്നതാണ്, ഇത് NCERT ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. ജെംസ്, ഗ്രോത്ത് എന്ന് വെച്ചാൽ സാമ്പത്തിക വളർച്ച, ഇക്വിറ്റി എന്ന് വെച്ചാൽ സമത്വം, മോഡേണൈസേഷൻ എന്ന് വെച്ചാൽ ആധുനികവൽക്കരണം, സെൽഫ് റിലയൻസ് എന്ന് വെച്ചാൽ സ്വാശ്രയത്വം. ഇത് 4മാണ് എന്തെന്ന് പറയുന്നത്, പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാനപ്പെട്ട 4 ലക്ഷ്യങ്ങൾ. അപ്പോൾ അവിടെ പറയുന്നു സാമ്പത്തിക വളർച്ച. അങ്ങനെ ഒന്നും അറിയണ്ട, അങ്ങനെ ഒന്നും അറിയില്ല എന്ന് വിചാരിക്കുക. പക്ഷേ എന്നിരുന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്ന എന്തിനാ? വളർച്ച കൈവരിക്കാനല്ലേ. വേറെ ഒന്നും അറിയണ്ട, സിമ്പിളായിട്ട് ആലോചിക്കുക. അല്ലാതെ വേറെ നമുക്ക് എന്താണ്, നമ്മുടെ രാജ്യത്ത് വേറെ ഒന്നും നിർമ്മിക്കാനൊന്നുമല്ല, വളർച്ച കൈവരിക്കണ്ടേ. ഒരു പഞ്ചവത്സര പദ്ധതി കൊണ്ടുവരുന്നു, ഒരു പദ്ധതി കൊണ്ടുവരുന്നു, അതിൻ്റെ ലക്ഷ്യം വളർച്ച കൈവരിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണെങ്കിലും ശരിയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയ ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി. ഇവിടെ നിങ്ങൾ ആകെ കൂടെ അറിയാനുള്ളത് എത്ര പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു? 12 എണ്ണം. അതറിഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വേറെ അല്ലാതെ രാജ്യത്ത് ഇന്ന പേരിലുള്ള പദ്ധതി നടപ്പിലാക്കി, വേറൊരു പേരിലുള്ള പദ്ധതി നടപ്പിലാക്കി എന്ന് വല്ലതും കൊടുത്തിട്ടുണ്ടോ? സ്പെസിഫിക് ആയിട്ടുള്ള യാതൊരു ഇൻഫർമേഷനും ക്വസ്റ്റ്യൻ ഇല്ല. ജനറൽ ആയിട്ടൊന്ന് പറഞ്ഞു പോകുന്നു, സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ, നിരവധി പദ്ധതികൾ, 12 പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി. അപ്പോൾ 12 ആണോ എന്നുള്ളത് മാത്രം നിങ്ങളോട് ശരിയാണോ നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്കറിയാം വളർച്ച കൈവരിക്കാൻ വേണ്ടി ഒരുപാട് പദ്ധതി നടപ്പിലാക്കി. അതിൻ്റെ അർത്ഥം 2ഉം ശരിയാണ്, 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ന്റെ വിശദീകരണവുമാണ്. സിമ്പിളായിട്ടുള്ള ചോദ്യമല്ലേ? കാരണം എന്താണ്, നമുക്കറിയാം ഇത് ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടെങ്കിൽ നമുക്കിത് എഴുതാൻ പറ്റുന്ന ചോദ്യമാണ്. നമ്മൾ ചോദ്യം വായിക്കുമ്പോൾ അയ്യോ പ്രസ്താവനയല്ലേ, പ്രസ്താവന നമ്മൾ ഒന്നും ചെയ്യത്തില്ല. പ്രസ്താവന ഒന്ന് 2-3 തവണ വായിച്ചാൽ നമുക്ക്
കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ 2 ചോദ്യങ്ങൾ ഇതുവരെ നോക്കിയ ചോദ്യങ്ങളിൽ 2 ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രം അറിയാമെന്ന് വെച്ചിട്ട് നമ്മൾ എലിമിനേഷൻ യൂസ് ചെയ്ത് എഴുതി. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് 12 എന്നൊരു നമ്പർ മാത്രം അറിഞ്ഞാൽ മതി, അതും അറിയണമെന്നില്ല. എന്താണ് നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലോട്ടെത്താം. കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് അല്ലേ. ഒരു പദ്ധതി കൊണ്ടുവരുന്ന ലക്ഷ്യം വളർച്ചയാണ്, പ്രത്യേകിച്ച് പഞ്ചവത്സര പദ്ധതി. ഇനി വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കി, അത്രേ ഉള്ളൂ അല്ലേ. അല്ലാതെ ഗവൺമെൻറ് ഈ പഞ്ചവത്സര പദ്ധതിക്കിടയിൽ പദ്ധതിയൊന്നും നടപ്പിലാക്കാതെ വെറുതെ ഇരിക്കത്തില്ലോ കയ്യും കെട്ടി. എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടാകും. പ്രസ്താവന 1 ശരിയാണ്, 2 ശരിയാണ്. ഇനി ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയത് കൊണ്ടല്ലേ സാമ്പത്തിക വളർച്ച നേടിയത്. അപ്പോൾ പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. 2 പ്രസ്താവന 1ന്റെ വിശദീകരണമാണ്. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യം നോക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നുമെങ്കിലും സിമ്പിളാണ് 2-3 തവണ വായിച്ചു നോക്കുമ്പോൾ. ഇനി അടുത്ത പഞ്ചവത്സര പദ്ധതി മറ്റൊരു ചോദ്യം. ഇത് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യമാണ്, പ്രത്യേകിച്ച് 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യം. അപ്പം ഞാൻ പറഞ്ഞു, പലതവണ ഞാൻ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമോ, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ പല ക്ലാസ്സുകളിലും പറഞ്ഞു, എൻ്റെ ക്ലാസ്സിലിരുന്ന ആൾക്കാർക്കറിയാം. 1ാം പഞ്ചവത്സര പദ്ധതി, 2ാം പഞ്ചവത്സര പദ്ധതി, 5ാം പഞ്ചവത്സര പദ്ധതി, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് 10ാം പഞ്ചവത്സര പദ്ധതി, 11, 12 ഇത്രയും പഞ്ചവത്സര പദ്ധതികളും നിങ്ങൾ ഉറപ്പായിട്ടും നോക്കിയിട്ട് പോകണം. അതുപോലെ മോഡലുകൾ എന്താണെന്നുള്ളത് നോക്കിയിട്ട് പോകണമെന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? 1 ഹാരോഡ് ഡോമർ മോഡൽ, 2 മഹലനോബിസ് മോഡൽ എന്നൊക്കെ പറഞ്ഞ, 3 ഗാഡ്ഗിൽ മോഡൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നില്ലേ? 5 DP ധർ മോഡൽ. അപ്പോൾ ഇത്തരത്തിലുള്ള മാതൃകകളെ പറ്റി ഒന്ന് നോക്കിയിട്ട് പോകാൻ പറഞ്ഞായിരുന്നു. അതൊക്കെ നോക്കിയിട്ട് പോയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. താഴെ തന്നിട്ടുള്ളവയിൽ ശരിയല്ലാത്ത വസ്തുത ഏതാണ്? നിങ്ങളൊന്ന് ആലോചിക്കുക. സെക്കൻഡ് 5 ഇയർ പ്ലാൻ വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി അല്ലേ. അടിസ്ഥാനമോ എന്തോ ആയിക്കോട്ടെ, വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 3 പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകി. നമ്മൾ പറഞ്ഞു സോഷ്യലിസ്റ്റിക് പാറ്റേൺ. മഹലനോബിസ് മാതൃകയുടെ പ്രത്യേകത എന്താ? ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നും വേണ്ട, നിങ്ങൾ NCERT വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. നമ്മളെ ക്ലാസ്സുകളിലൊന്നും ഇരിക്കണമെന്നില്ല. നിങ്ങൾ സ്വന്തമായിട്ട് NCERT ബേസിക് ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇനി മഹലനോബിസ് മോഡലിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഈ 3 കാര്യങ്ങളും അറിയാമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ഈ ഒരു നമ്പർ അത് നമുക്കറിയില്ല. ഈ 3 കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന, ഉറപ്പായിട്ടും അറിയാവുന്ന കാര്യമാണ്. അടിസ്ഥാന വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി, പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകി, മഹലനോബിസ് മാതൃകയാണ്. അപ്പം അടുത്തൊരു കാര്യം എനിക്ക് അറിയില്ല, 5.6 ആണോ, എനിക്കൊന്നും അറിയില്ല. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി എനിക്ക് ധാരണയില്ല. അപ്പോൾ അതാണ് തെറ്റ്. കാരണം ഇവിടെ 1 ഓൺലി, 1ഉം 2ഉം ശരി, 2ഉം 3ഉം ശരി എന്നൊന്നും ചോദിച്ചിട്ടില്ല. ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ തെറ്റുള്ളൂ, അത് ഓപ്ഷൻ ബി ആണെന്ന് നമുക്ക് എഴുതാം. മനസ്സിലായോ? ഇത് ഈ ഒരു 5.6% വളർച്ചാ ലക്ഷ്യം നിങ്ങൾക്ക് അറിയണമെന്ന് നിർബന്ധമില്ല. ബാക്കി 3 പോയിന്റുകളും അറിഞ്ഞാൽ മതി. അതായത് അത് 3ഉം ശരിയാണ് എന്നുണ്ടെങ്കിൽ മറ്റേ തെറ്റായിരിക്കും ഉറപ്പായിട്ടും. ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ തെറ്റത്തുള്ളൂ. മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾ നോക്കുക, അവിടെ പ്രതീക്ഷ ഗ്രോത്ത് റേറ്റ് 4.5ഉം നേടിയത് 4.32 ആണ്. അപ്പോൾ 5.6 എന്ന് പറയുന്ന അടുത്ത പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതെന്ന് പറയുന്ന 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമേ അല്ല. അപ്പോൾ ഈ ലക്ഷ്യമെന്ന് ഉദ്ദേശിക്കുന്ന വളർച്ചാ ലക്ഷ്യമല്ല. അപ്പോൾ ഓരോ പഞ്ചവത്സര പദ്ധതിയുടെ വളർച്ചാ ലക്ഷ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, ടെലഗ്രാം ചാനൽ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. അപ്പോൾ അടുത്തൊരു ഹോട്ട് ടോപ്പിക്കാണ്, നമ്മൾ പറഞ്ഞു പഞ്ചവത്സര പദ്ധതികൾ. പുതിയൊരു ഹോട്ട് ടോപ്പിക് നമുക്ക് കിട്ടി, പഞ്ചവത്സര പദ്ധതികൾ, 5 ഇയർ പ്ലാൻസ്. മറ്റൊരു പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്കാണ്. അടുത്ത എക്സാമിന് പോകുന്നവർ എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തതാണ് പഞ്ചവത്സര പദ്ധതികൾ. അതിന് നിങ്ങൾക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യാം. അത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം ടെലഗ്രാം ചാനൽ ഷെയർ ചെയ്തു. SCERT യൂസ് ചെയ്യാം, അതിൽ പ്ലാനിങ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. ഇതുകൂടാതെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് നോട്ട്സ് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അതും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത് നോക്കാനുള്ളതെന്ന് വെച്ചാൽ പുത്തൻ സാമ്പത്തിക നയം. അതവിടെ നിൽക്കട്ടെ. അതിനു മുന്നേ നമുക്ക് നീതി ആയോഗിൻ്റെ ഒരു കാര്യത്തിലോട്ട് വരാം. പഞ്ചവത്സര പദ്ധതി പോലെ തന്നെ അതിനോട് ചേർത്ത് പറയാനുള്ള, ആസൂത്രണത്തിനോട് ചേർത്ത് പറയാനുള്ള ഇന്ന് നമുക്ക് നിലവിലുള്ളത് നീതി ആയോഗാണ്. നീതി ആയോഗിനെ പറ്റി ട്രിവാൻഡ്രം LDCയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഖാദി ബോർഡ് LDCയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചല്ലോ? ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നീതി ആയോഗിൻ്റെ വെബ്സൈറ്റ് ഒന്ന് സന്ദർശിക്കുക. അവരെന്തൊക്കെ പുറത്തിറക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ പുറത്തിറക്കുന്നു ഒന്ന് അറിഞ്ഞിട്ട് പോവുക. ഞാൻ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ആരെങ്കിലും നോക്കിയിട്ട് പോയായിരുന്നോ? ഒന്ന് കമൻറ്റ് ബോക്സിലിടാവോ. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കിയിട്ട് പോയ ആൾക്കാരൊന്ന് കമൻറ്റ് ബോക്സിലിടാവോ. നിങ്ങൾക്ക് എത്ര ആൻസേഴ്സ് കറക്റ്റായി എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നീതി ആയോഗിൻ്റെ സംരംഭങ്ങൾ, ഇനിഷ്യേറ്റീവ്സ് താഴെ തന്നിട്ടുണ്ട്.
അതെല്ലാം കറക്റ്റായിട്ടൊന്ന് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളിത് ജസ്റ്റ് ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയണ്ട, ഇതിനെപ്പറ്റി ഒന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആൻസർ ചെയ്യാൻ പറ്റും. സിമ്പിൾ എന്ന് വെച്ചാൽ ഈ ചോദ്യം ഭയങ്കര സിമ്പിളാണ്. കാരണം ഇത് വേറെ ഒന്നും നിങ്ങൾക്ക് അറിയണമെന്നില്ല. അടൽ ഇന്നവേഷൻ മിഷൻ അറിയണമെന്നില്ല, മെഥനോൾ സമ്പദ് വ്യവസ്ഥ അറിയണമെന്നില്ല, ശൂന്യ ക്യാമ്പയിൻ അറിയണമെന്നില്ല, സഹകരണ ഫെഡറലിസം എന്താണെന്ന് നമുക്ക് നല്ല പോലെ ധാരണയുണ്ട്. എന്താണ്? കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം, സംസ്ഥാനങ്ങളെയും കൂടെ വികസനത്തിൻ്റെ പാതയിൽ അവരെയും കൂടെ പങ്കാളികളാക്കുക. അപ്പോൾ ഈ 4 എണ്ണത്തിൽ ഫെഡറലിസം എന്ന് പറയുന്ന ഒരു വാക്കുമായിട്ട് സഹകരണം എന്നൊരു വാക്കുണ്ട്. അപ്പോൾ ഏകോപിപ്പിക്കുക അല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോവുക സംസ്ഥാനങ്ങളെ എന്നായിരിക്കുമല്ലോ വരിക, അല്ലേ? ഫെഡറലിസം വേറൊന്നും വരത്തില്ലല്ലോ. ഇലക്ട്രിക് വാഹനങ്ങൾ ഫെഡറലിസമായിട്ട് ബന്ധമുള്ളതാണോ? അല്ല. സംരംഭകത്വം നവീനാശയം അല്ല. എണ്ണ ഇറക്കുമതി ബിൽ അല്ല. സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, അതല്ലേ സഹകരണ ഫെഡറലിസം വരൂ. 3D വന്നു കഴിഞ്ഞാൽ 3D വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഇവിടെയുള്ളൂ, ഓപ്ഷൻ സി. ഇത് കറക്റ്റ് ആൻസറിലോട്ട് എത്തിയില്ലേ? ഒരൊറ്റ കാര്യം, അടുത്ത എലിമിനേഷൻ കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഒരൊറ്റ കാര്യം, അത് നിങ്ങൾക്ക് നീതി ആയോഗിന് ഇതിനെപ്പറ്റി അറിയണമെന്ന് യാതൊരു ധാരണയില്ല, ഒരു ധാരണയില്ല. അതായത് ഒന്നിനെ പറ്റി അറിയില്ല. പക്ഷേ ഫെഡറലിസം എന്ന് പറയുന്നൊരു വാക്ക് കേട്ടിട്ടുണ്ട്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധമാണ്, സംസ്ഥാനങ്ങളുടെ ഏകോപനമാണ്. പ്രത്യേകിച്ച് ഇവിടെ സഹകരണ ഫെഡറലിസം, കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടത്തില്ല. ഇപ്പം നോക്കിയേ, നിങ്ങൾ നോക്കുമ്പോൾ എക്കണോമിക്സിൻ്റെ പല ക്വസ്റ്റ്യൻസ്, ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു എന്നല്ല പറയുന്നത്, ഉണ്ട്. നമ്മൾ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള കണക്കുകൾ അറിഞ്ഞാൽ മാത്രം ചെയ്യാവുന്ന ചോദ്യങ്ങളുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തുകൂടെ? പക്ഷെ നമ്മൾ കാണുന്ന സമയത്ത് അടൽ ഇന്നവേഷൻ മിഷൻ അറിയില്ല, മെഥനോൾ സമ്പദ് വ്യവസ്ഥ അറിയില്ല, ആ ക്വസ്റ്റ്യൻ ഉപേക്ഷിച്ച് നമ്മൾ പോകും. അതുകൊണ്ട് ഒരിക്കലും രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ മാത്രം കണ്ട് ആൻസർ ചെയ്യാൻ നിൽക്കരുത്, മുഴുവൻ വായിക്കുക. നമുക്ക് എലിമിനേഷൻ നമ്മളെ കൊണ്ട് പറ്റുന്ന ചോദ്യങ്ങളുണ്ട്, അങ്ങനെ എത്തിക്കാൻ ശ്രമിക്കുക. ഇനി അടൽ ഇന്നവേഷൻ മിഷൻ എന്താണ്? അടൽ ഇന്നവേഷൻ മിഷൻ എന്ന് പറയുന്നത് 1B ആണ്, സംരംഭകത്വം, ഇന്നവേഷൻ, നവീനാശയം. അവിടെയും നിങ്ങൾക്ക് കിട്ടും, നവീനാശയങ്ങൾ രൂപീകരണം എന്നിവ വേഗത്തിലാക്കുക. ഇനി അടുത്ത് 2 മെഥനോൾ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് എണ്ണ ഇറക്കുമതി, മെഥനോൾ എന്ന് പറഞ്ഞാൽ എണ്ണ ഇറക്കുമതി ബിൽ കുറയ്ക്കുക എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. അതിനുശേഷം 3D എന്ന് പറയുന്നത് എന്താണ്? സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ദെൻ ശൂന്യ ക്യാമ്പയിൻ, ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് നോക്കാനുള്ളത്. അടുത്തൊരു ചോദ്യം നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ നീതി ആയോഗിൻ്റെ 4ാം വട്ട വാർഷിക ആരോഗ്യ സൂചിക പ്രകാരം 2019-20 നീതി ആയോഗിൻ്റെ 4ാം വട്ട വാർഷിക ആരോഗ്യ സൂചിക നമ്മൾ നോക്കിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നീതി ആയോഗിൻ്റെ വാർഷിക ആരോഗ്യ സൂചിക 2019-20 എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. വാർഷിക ആരോഗ്യ സൂചിക 2019-20 എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ 2019-20 നീതി ആയോഗിൻ്റെ വാർഷിക സൂചിക, അതായത് ആരോഗ്യ സൂചിക പ്രകാരം ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്, 4 സംസ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്, 1, 2, 3, 4 സ്ഥാനങ്ങളിലിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം കേരളമാണ് ഫസ്റ്റ് നിൽക്കുന്നത്, ആരോഗ്യ സൂചികയിലെല്ലാം കേരളം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നീട് വരുന്നത് ആരാണ് എന്നുള്ളൊരു ഡൗട്ടുണ്ട്. കേരളം, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഇതാണ് കറക്റ്റായിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത് 2019-20. ഇതിന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നീതി ആയോഗിൻ്റെ റിപ്പോർട്ടുകളെല്ലാം അറിഞ്ഞിരിക്കണം. നീതി ആയോഗിൻ്റെ ആരോഗ്യ സൂചികയുണ്ട്, സുസ്ഥിര വികസന സൂചികയുണ്ട്, വിദ്യാഭ്യാസ സൂചികയുണ്ട്, ഇന്നവേഷൻ സൂചികയുണ്ട്, അതുപോലെ തന്നെ പിന്നെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, ബഹുമുഖ ദാരിദ്ര്യ സൂചികയുണ്ട്. ഇങ്ങനെ നീതി ആയോഗ് പുറത്തിറക്കുന്ന ഒരുപാട് സൂചികകളുണ്ട്. ഈ സൂചികളെ പറ്റി നോക്കണം. അതിനെപ്പറ്റി ഒരു നോട്ട് ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അത് നമുക്ക് എന്ത് ചെയ്യാം? അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. കേരളം, തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ് ആണ് ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ. കേരളം, തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്. ഓക്കെ അല്ലേ? അപ്പോൾ ആ വാർഷിക സൂചിക ഒന്ന് നോക്കിയിട്ട് പോകണം. അത് നമ്മൾ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇവിടെ 2018-19 19-20 കണക്ക് കൊടുത്തിട്ടുണ്ട്. ഈ റെഡ് കളർ എന്ന് പറഞ്ഞാൽ 18-19 കേരളം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഹിമാചൽ പ്രദേശ്, മഹാരാഷ്ട്ര ആയിരുന്നു. ഇവിടെ 19-20 കണക്കാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചല്ലോ, 19-20 വരുന്ന സമയത്ത് കേരളം കഴിഞ്ഞ് ബ്ലൂ കളർ 19-20 കേരളം കഴിഞ്ഞ് തമിഴ്നാടാണ് വരുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചല്ലോ, ആന്ധ്ര രണ്ടാമതായിരുന്നു 2018. ഓക്കെ, ഇനി
നമുക്ക് അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, 1991 പുത്തൻ സാമ്പത്തിക നയവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ പുത്തൻ സാമ്പത്തിക നയത്തിന് 2 ചോദ്യം, ട്രിവാൻഡ്രം LDCക്ക് ഒരു ചോദ്യം, അതുപോലെ ഖാദി ബോർഡ് LDCക്ക് ചോദ്യം. അപ്പോൾ LPG റിഫോംസ് എന്ന് പറയുന്നത് ഹോട്ട് ടോപ്പിക് ആയില്ലേ? ആണല്ലോ, അതൊരു പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക് ആയില്ലേ? ട്രിവാൻഡ്രം LDCക്കും ഖാദി ബോർഡ് LDCക്കും ചോദ്യം വന്നത് ഇപ്പോഴല്ല, അത് മുന്നേ ഹോട്ട് ടോപ്പിക് ആയിരുന്നു. അപ്പോൾ LPG റിഫോംസ് പഠിക്കാതെ പോകരുത്. അതിനെപ്പറ്റിയുള്ള ആ NCERT ടെക്സ്റ്റ് ബുക്ക് നിർബന്ധം, അതിൽ നിന്നാണ് ചോദ്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. NCERT ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായിട്ട് വായിച്ചിട്ട് പോകുക. അത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ 1991 നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ: സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ച് വിദേശ സഹായം പരമാവധി കുറയ്ക്കുന്നു. നമ്മൾ പറഞ്ഞു 1991 പുത്തൻ സാമ്പത്തിക നയങ്ങളിലൂടെ ഇന്ത്യ പല റെസ്ട്രിക്ഷൻസും പല നിബന്ധനകളും എടുത്ത് മാറ്റി. അതായത് വിദേശ സഹായങ്ങൾ കൂടുതലായിട്ട് സ്വീകരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മനസ്സിലായല്ലോ? ഇനി അടുത്ത്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഉദാരവൽക്കരിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുക. നമുക്കറിയാം ഉദാരവൽക്കരിച്ചു, ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ലേ? ഉദാരവൽക്കരണം. ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക, ആഗോളവൽക്കരണം. ഇത് രണ്ടും നടപ്പിലാക്കി. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമുക്കത് അറിയില്ല എന്ന് വിചാരിക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അറിയില്ല, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ അറിയൂ. ഇനി അടുത്ത് 3 പോവാം. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക, അല്ലേ? സ്വകാര്യവൽക്കരണം 91 3 കാര്യങ്ങളിലെ നടപ്പിലാക്കിയേ. ഉദാരവൽക്കരണം ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സ്വകാര്യവൽക്കരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആഗോളവൽക്കരണം ഇതാ കിടക്കുന്നു, ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക. ഈ 2 കാര്യവും ശരിയല്ലേ? 2ഉം 3ഉം ശരിയാണ്. ഒന്ന് നമുക്ക് അറിയില്ല, 2ഉം 3ഉം ശരിയാണ്. അതിവിടുന്ന് ആൻസർ എത്താൻ പറ്റുമോ നോക്കട്ടെ. 2ഉം 3ഉം ശരിയാണ്, 2ഉം 3ഉം ശരിയാണ്. പ്രസ്താവന 1ഉം 4ഉം ശരിയല്ല. 2ഉം 3ഉം ശരിയായിട്ടുള്ള ഒരേ ഒരു പ്രസ്താവനയേ ഉള്ളൂ. ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിച്ചു. ശരി. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുന്നു. ശരി. അടുത്ത്, ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക. തെറ്റാണ്. അപ്പോൾ 1ഉം 4ഉം നമുക്ക് അറിയില്ലെങ്കിലും നമുക്ക് ഈ ആൻസറിലെത്താം. നിങ്ങൾ ആ NCERT ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ചു നോക്കിയാൽ, ആ ഒരു ചാപ്റ്റർ വായിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് ആൻസറിലെത്താൻ പറ്റാവുന്നതാണ്. ഇവിടെ ആൻസർ 2ഉം 3ഉം ശരിയാണ്, 1ഉം 4ഉം ശരിയല്ല. ഓക്കെ അല്ലേ? അതായത് പുത്തൻ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായിട്ട് ഗവൺമെൻറ് നിയന്ത്രണം കുറച്ചു, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിച്ചു, ആഗോളവൽക്കരണം നടപ്പിലാക്കി, വിദേശ സഹായം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി അടുത്തൊരു ചോദ്യം. ഇതിന്റെ ആൻസർ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം എന്താണ്? 1ഉം 2ഉം 3ഉം ശരിയെന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ മൂന്നാമത്തെ പ്രസ്താവന ശരിയല്ല. കാരണം മലയാളം NCERTയുടെ മലയാളം പതിപ്പ് പ്രകാരം ബാങ്കുകളുടെ വിദേശ നിക്ഷേപ പരിധി 50% ഇംഗ്ലീഷിലെ പുസ്തക പ്രകാരം 74% കൊടുത്തിരിക്കുന്നത്. 75 ഒരിടത്തും കൊടുത്തിട്ടില്ല. മൂന്നാമത്തെ പ്രസ്താവന ഇതിൽ ശരിയാണെന്ന് പ്രൊവിഷണൽ ആൻസർ കീയിൽ പറയുന്നുണ്ട്. പക്ഷേ ശരിയായിട്ട് കാണിക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്കില്ല. NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ പോലും 74% വരെ ഉള്ളൂ. അതിപ്പോൾ NCERTയുടെ മലയാളം പതിപ്പെടുത്താൽ 50%. അതിലെങ്ങനെയാണ് തെറ്റുവെന്ന് എനിക്കറിയില്ല. പക്ഷെ 2 കണക്കാണ്. പക്ഷെ എന്നിരുന്നാലും 75% ഒന്നും കാണിക്കുന്നില്ല ഒരിടത്തും. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ RBI ഒരു നിയന്ത്രക സ്ഥാപനം എന്നതിൽ നിന്നൊരു സഹായക സ്ഥാപനമാക്കി മാറ്റി. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ സ്വകാര്യ ബാങ്കുകൾ നിക്ഷേപിക്കുന്നതിന് അനുമതി നൽകി. ശരിയാണ്. ബാങ്കുകളിലെ വിദേശ നിക്ഷേപം 75, അതൊരു തർക്കമുള്ള കാര്യമാണ്. പ്രൊവിഷണൽ ആൻസർ കീഴിലെ ശരിയെന്ന് പറയുന്നു, പക്ഷേ ശരിയല്ല. 74% ഇംഗ്ലീഷ് NCERTയിലും 50% വരെ എന്ന് മലയാളം NCERTയിലും പറയുന്നു. രണ്ടിടത്തും 75% ഒന്നും പറയുന്നില്ല. ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല എന്ന് തന്നെ നമുക്ക് വയ്ക്കാം. മെയിൻസ് ആൻസർ കീ വരുമ്പോൾ ആൾക്കാർ, കുട്ടികൾ അപ്പീലിൽ കൊടുത്തിട്ട് എന്ത് ചെയ്യും? ആ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കാനോ അല്ലെങ്കിൽ ആ ഒരു ആൻസർ കറക്റ്റ് ആക്കാനോ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രസ്താവന 1ഉം 2ഉം ശരി, 3 ശരിയല്ല എന്നുള്ളതിലോട്ട് നമ്മൾ ആൻസർ എത്തും. ഓക്കെ, ഓപ്ഷൻ A. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ഇതെന്തോ ആയിക്കോട്ടെ, പക്ഷെ അടുത്ത എക്സാമിന് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോട്ട് ടോപ്പിക്ക് കിട്ടി. എന്താണ് നിങ്ങൾ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത്? പുത്തൻ സാമ്പത്തിക നയങ്ങൾ, നവ ലിബറൽ നയങ്ങൾ. +1 ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കുക. ഇനി അവസാനത്തെ ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ, അവസാനത്തെ 2 ചോദ്യം ട്രിവാൻഡ്രം LDCയിൽ നിന്ന് കുറച്ച് സമ്പദ്ഘടനയായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ഇന്ത്യൻ സമ്പദ്ഘടനയിൽ നടത്തിയ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ, ശരിയായിട്ടുള്ള കാലക്രമം, ആദ്യം സംഭവിച്ചത് ഏത് എന്നുള്ള കാര്യം. നമുക്കറിയാം ആസൂത്രണ കമ്മീഷൻ 1950 നിലവിൽ വരുന്നത്, അല്ലേ? ആസൂത്രണ കമ്മീഷൻ 1950 വരുന്നു. ബാങ്ക് ദേശസാൽക്കരണം, നമുക്കറിയാം ബാങ്ക് ദേശസാൽക്കരണം എന്ന് പറയുന്നത് 1969 ഇന്ത്യയിൽ നടക്കുന്നത്.
500,000 രൂപ 2016 നവംബർ 8 കൊണ്ടുവന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ ഇത് ഇത്രയും നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ആൻസർ കിട്ടാനുള്ള ഒരു സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണം 1950, ഇപ്പം 2. ഇനി അതിനുശേഷം നമുക്ക് ഈ ഭൂപരിഷ്കരണത്തിൻ്റെ ഡേറ്റ് അറിയില്ല എന്ന് തന്നെ വയ്ക്കുക. ഭൂപരിഷ്കരണത്തിന്റെ ഡേറ്റ് അറിയില്ല. പക്ഷേ നമുക്കറിയാം ഭൂപരിഷ്കരണം എന്ന് പറയുന്ന ബാങ്ക് ദേശസാൽക്കരണത്തിന് മുന്നേ ഇന്ത്യയിൽ നടപ്പിലാക്കി. കേരളത്തിലൊക്കെ 1959 ഭൂപരിഷ്കരണമൊക്കെ വന്നത് കാര്യം നമുക്കറിയാം. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ബാങ്ക് ദേശസാൽക്കരണത്തിനും ആസൂത്രണ കമ്മീഷനും ഇടയിലാണ് ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത്. അപ്പോൾ 1-ാം സ്ഥാനത്ത് വരുന്നത് 2 ആസൂത്രണ കമ്മീഷൻ. 2ാമത് ഭൂപരിഷ്കരണം 2, 4, അതുപോലെ 1, പിന്നെ അതിനുശേഷം 3. 2, 4, 1, 3 ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ നിങ്ങൾ വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കറിയാവുന്നതാണ് മോദിജി 500ഉം 1000 രൂപയുടെ നോട്ടുകൾ നിരോധിച്ച കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ആ നോട്ട് നിരോധനം നടത്തിയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നവംബർ 8-ാം തീയതി നോട്ട് നിരോധനം നടത്തിയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആണല്ലോ. അപ്പോൾ ഈ നോട്ട് നിരോധനം നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പിന്നെ നമ്മുടെ സമയത്ത് തന്നെയാണ് അത് ഏറ്റവും ലാസ്റ്റ് നടന്ന സംഭവമാണ്. ബാങ്ക് ദേശസാൽക്കരണത്തിന് ശേഷമോ ഒന്നും നടന്നതല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ബാങ്ക് ദേശസാൽക്കരണമൊക്കെ അതിന് മുന്നേ നടന്നതാണ്, ആസൂത്രണ കമ്മീഷനൊക്കെ അതിന് മുന്നേ നടന്നതാണ്. അപ്പോൾ 2016 നവംബർ 8-നാണ് നമുക്ക് നോട്ട് നിരോധനം നടത്തിയത്. ഏറ്റവും അവസാനം സംഭവിച്ച ഇതാണ്. 3 ഏറ്റവും ലാസ്റ്റുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും വരത്തില്ല. അവിടെയും നമുക്ക് ഒരൊറ്റ സാധനം അറിഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലോട്ട് എത്താവുന്നതാണ് അല്ലേ. നോട്ടുകളുടെ നിരോധനം, ഇവിടെയും നമുക്ക് എലിമിനേഷൻ പോസിബിൾ അല്ലേ. ഒരൊറ്റ കാര്യം നമുക്കറിയാം, നോട്ട് നിരോധനം. അതറിഞ്ഞ് നമുക്ക് കൃത്യമായിട്ട് ആൻസറിലെത്താം. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇതും ഭയങ്കര സിമ്പിളാണ്. സിമ്പിൾ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും നോട്ട് നിരോധനം എന്നൊന്ന് അറിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും ആൻസർ ചെയ്യാം. നോട്ട് നിരോധനം എന്നെന്ന് അറിയണമെന്ന് നിർബന്ധമില്ല, ഏറ്റവും അവസാനം നടന്ന അതാണെന്ന് അറിഞ്ഞാൽ നമുക്ക് ആൻസറിലോട്ട് എത്താം. ഇനി അടുത്ത് വേറൊരു കാര്യം, അടുത്ത ചോദ്യം, ഏറ്റവും ലാസ്റ്റ് ചോദ്യം. താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ 2021-22 മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്കുള്ള വിവിധ മേഖലകളുടെ സംഭാവനകൾ നൽകിയിരിക്കുന്നു. ഓരോന്നിൻ്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്തി കോളം എ കോളം ബിയുമായി യോജിപ്പിക്കുക. നമുക്കറിയാം GVA മൊത്തം മൂല്യം എന്ന് വെച്ചാൽ നമ്മുടെ ദേശീയ വരുമാനമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ ബേസിക് ആയിട്ട് എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തൃതീയ മേഖല 52%. 3A എന്ന് പറയുന്ന ഇവിടെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് സി. അത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിക്കുന്ന സേവന മേഖല, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സേവന മേഖലയാണ്. അത് ഏത് വർഷമാണെങ്കിലും സേവനം 1990-ന് ശേഷം ഇന്ത്യയിലെ വളർച്ച സേവന മേഖലയാണ് മുന്നിൽ നയിക്കുന്നത്. അപ്പം നമുക്കറിയാം തൃതീയ മേഖല 3A ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. ഒരൊറ്റ കാര്യത്തിൽ നമുക്ക് ആൻസർ കിട്ടും. ഇതൊന്നും ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നും അല്ല. ഈ ചോദ്യമാണെങ്കിലും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് എവിടുന്ന് വന്നു കഴിഞ്ഞാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ. അത്രയും നമ്മൾ നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ ഓരോ LDC ട്രിവാൻഡ്രം LDCയിലും ഖാദി ബോർഡ് LDCയിലും 7 ചോദ്യങ്ങളെടുത്തു. അതിൽ ഭൂരിപക്ഷ ചോദ്യങ്ങളും എലിമിനേഷനിലൂടെയും 1-2 പോയിന്റുകൾ അറിയാവുന്നതും കോമൺ സെൻസ് വെച്ച് നമുക്ക് ചെയ്യാവുന്ന ചോദ്യങ്ങളായിരുന്നു ഇല്ലേ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ആ അന്തരീക്ഷം അല്ല പിന്നീടുള്ള അന്തരീക്ഷം എന്ന് പറയുന്നത്. എന്നിരുന്നാലും നമുക്ക് എലിമിനേഷൻ പോസിബിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ നമുക്ക് ഗസ് വർക്ക് ചെയ്യാവുന്ന ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അടുത്ത ഘട്ട എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർ ചെയ്യാനുള്ള എന്താണ്, നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോകണം. NCERT ബേസിക് ആയിട്ടുള്ള എക്കണോമിക്സിൻ്റെ NCERT ടെക്സ്റ്റ് ബുക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം. ഓരോ ദിവസം ഷെയർ ചെയ്ത് തരുന്നുണ്ടത് ആവശ്യമുള്ളത്. അതൊന്ന് വായിച്ചിട്ട് പോവുക. അതുകൂടാതെ അഡീഷണൽ നോട്ട്സ് ഒന്ന് വായിച്ചിട്ട് പോവുക. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അവിടെ എലിമിനേഷൻ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അടുത്ത ഘട്ടത്തിലേക്കുള്ള എക്കണോമിക്സിന് വേണ്ടി തയ്യാറെടുക്കുക. അപ്പോൾ 1-ാം ഘട്ട എക്സാം എഴുതിയ ആൾക്കാർക്ക് മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. എക്കണോമിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. ഖാദി ബോർഡ് LDC എക്സാം എഴുതിയവർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ഘട്ടം എക്സാം എഴുതുന്നവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, മറ്റ് വിഷയങ്ങൾ ഇതുപോലെ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. സമയമുള്ളതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഉപകാരപ്പെട്ടു. നിങ്ങൾക്ക് മറ്റ് വിഷയങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. നെക്സ്റ്റ് ഫേസ് ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. താങ്ക് യു.